നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോകാറുള്ള പല യാത്രകളും ആയിരിക്കും പലപ്പോഴും വളരെ മനോഹരമാവാറുള്ളത് അല്ലേ. ഞങ്ങൾ അങ്ങനെ വളരെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പാണ് കേട്ടോ ഇത്. എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾ വളരെയേറെ തവണ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ഒട്ടും പുതുമ നഷ്ടപ്പെടാത്തൊരു സ്ഥലമാണ് നമ്മുടെ പ്രകൃതി മനോഹരമായ മൂന്നാർ. ഞങ്ങൾ മൂന്നാർ പോകുമ്പോഴൊക്കെ മാക്സിമം മോർണിംഗ് ടൈം ട്രാവൽ ചെയ്യാറാണ് പതിവ്. നല്ല പ്രകൃതിയുടെ ശബ്ദങ്ങളും കാഴ്ചകളും ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോവാം. 8:30 ആയപ്പോഴേക്കും വയറ് വിശപ്പ് അറിയിച്ചു തുടങ്ങി. അപ്പം പിന്നെ നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അടിമാലിയിലെ ഈ വെള്ളച്ചാട്ടവും കാര്യങ്ങളെല്ലാം കണ്ട് ആസ്വദിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് നല്ല വൈബുള്ളൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടോ. പലതവണ ഇതുവഴി പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു റെസ്റ്റോറൻറ്റ് നോട്ട് ചെയ്യുന്നത്. വളരെ നല്ല ഭംഗിയുള്ള നല്ല അറ്റ്മോസ്ഫിയറും ആംബിയൻസ് ഒക്കെ ഉള്ള നല്ലൊരു അടിപൊളി റെസ്റ്റോറൻറ്റ്. രാവിലത്തെ ഭക്ഷണമാണെങ്കിലും ഞങ്ങൾ നല്ല കനത്തിൽ തന്നെ എന്തെങ്കിലും കാര്യമായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കുറച്ച് വൈകി കഴിച്ചാലും കുഴപ്പമില്ലല്ലോ. എനിക്ക് കഴിക്കാനായിട്ട് പ്രിഫർ ചെയ്തത് നല്ല നൂലപ്പവും നല്ല അടിപൊളി ബീഫ് റോസ്റ്റുമാണ്. അതുപോലെ സിദ്ധു കഴിച്ചത് മസാല ദോശ, തച്ചുകൊട്ടേ പിന്നെ ഇഡ്ഡലിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. വയറെല്ലാം നന്നായി നിറഞ്ഞ ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഒരു 9 മണി ആയപ്പോഴേക്കും മൂന്നാർ ടൗൺ റീച്ച് ചെയ്തു. മൂന്നാറിലെ മെയിൻ ടൂറിസ്റ്റ് പ്ലേസസ് എല്ലാം നമ്മൾ ഓൾറെഡി വന്നിട്ടുള്ളത് കൊണ്ട് ഇന്നത്തെ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നല്ലൊരു സ്റ്റേക്കേഷനാണ്. അതിനായിട്ട് നമ്മൾ 1-2 റിസോർട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്.